ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഇമേജ് എങ്ങനെ ഓട്ടോകാഡിൽ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ആദ്യം ആ ഇമേജ് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പെയിന്റിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ വിത്ത് പെയിന്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഇതിൽ എത്ര പോർഷൻ ആണോ വേണ്ടത്, കംപ്ലീറ്റ് പോർഷൻ വേണമെങ്കിൽ കംപ്ലീറ്റ് പോർഷൻ, അല്ലെങ്കിൽ എത്ര പോർഷൻ ആണോ വേണ്ടത്, നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് പോർഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ കൺട്രോൾ എ മൊത്തം സെലക്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ സി, അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം കോപ്പി ചെയ്തു. അതിനുശേഷം ഓട്ടോകാഡിൽ നമ്മൾ ഏത് ഫയലിലാണോ വേണ്ടത് അതിൽ ഇൻസേർട്ട് ഒബ്ജക്റ്റീവ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ഒബ്ജക്റ്റീവ്, അതിൽ തേർഡ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കുറേ ഓപ്ഷൻ കാണുന്നതാണ്. അതിൽ പെയിന്റ് ബ്രഷ് പിക്ചർ കൊണ്ടുള്ള ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കൺട്രോൾ വി പ്രസ് ചെയ്താൽ നമ്മൾ വരച്ച കംപ്ലീറ്റ് പോർഷൻ കിട്ടും. ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ ഷേപ്പുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഷേപ്പുകൾ ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഷേപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ എന്തൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഇമേജിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യണ്ട. ജസ്റ്റ് കൺട്രോൾ സെറ്റ് കൊടുത്തു ഞാൻ നമുക്ക് ഈ ഒരു ഷേപ്പ് മാത്രം മതി. ജസ്റ്റ് ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷേപ്പിലേക്ക് വന്നു. ഞാൻ ഇത് ജസ്റ്റ് സേവ് ചെയ്യാണ്. ഫയൽ സേവ് ആസ്, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. ഡ്രോയിങ് 3 സേവ്. അതിനുശേഷം ഞാൻ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ആ ഇമേജും ഡിലീറ്റ് ചെയ്തു. ആ ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഇനി ഞാൻ ഓട്ടോകാഡിൽ തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഫയൽ നമ്മളിപ്പോൾ സേവ് ഡ്രോയിങ് 3 കൊണ്ട് സേവ് ചെയ്തത്. ഓപ്പൺ ഡ്രോയിങ് 3 ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ഇമേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ഓട്ടോകാഡിൽ ആ ഇമേജ് കാണാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റുക ഓട്ടോകാഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.